വയനാട്ടിലെ അപകടത്തിൽ അനാഥരായി പോയ, ഒറ്റപ്പെട്ടുപോയ, എല്ലാം നഷ്ടപ്പെട്ട കുരുന്നുകൾക്കു വേണ്ടി, കുഞ്ഞുമക്കൾക്കു വേണ്ടി മാറാടിലെ ജിനരാജദാസ് LP സ്കൂളിലെ കുഞ്ഞുമക്കൾ ചെയ്യുന്നതൊന്ന് കണ്ടു നോക്ക്. ഇവരുടെ കളി സമയമാണിത്. പക്ഷേ അവർ കളിക്കാൻ പോകുന്നില്ല. അതിനു പകരം വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഇവർ നോട്ട് എഴുതി കൊടുക്കുകയാണ്. അവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ കുരുന്നുകൾ ആ മക്കൾക്കായി ചെയ്തു കൊടുക്കുന്ന സുന്ദരമായ കാഴ്ചയാണിത്. വാർത്തയിൽ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുണ്ടേനി ഞങ്ങളെ മാഷുമാർ പറഞ്ഞത് എഴുതി കൊടുക്കാൻ. അതുമല്ല, വയനാട്ടിൽ സ്കൂളിൽ പോയി ഓരോ ബുക്കൊക്കെ പോയി. അപ്പോൾ അവർക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ബുക്ക് വേണമെന്ന് മാഷുമാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എഴുതിക്കോളാം പറഞ്ഞ് ഞങ്ങൾ എഴുതി. വിട്ടുപോയ ഭാഗങ്ങൾ നോട്ട്സ് എഴുതി കൊടുക്കും. നമുക്കൊന്ന് ഉറപ്പിക്കാം, നമ്മളൊക്കെ മരണപ്പെട്ടു പോയാലും നമ്മുടെ ഈ സൗഹൃദം ഇവർ നിലനിർത്തും. ഇവരിലൂടെ, ഇവരുടെ പാരമ്പര്യത്തിലൂടെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന സുന്ദരമായ കാഴ്ച. ആഹാ, അന്തസ്! കണ്ണു തുറന്നു നോക്കൂ ലോകമേ, ഞങ്ങൾ മലയാളികളുടെ, മലയാളി മക്കളുടെ നന്മ എന്താണെന്ന്, സ്നേഹം എന്താണെന്ന്, ഐക്യം എന്താണെന്ന്. നമ്മൾ ഒരിക്കലും ഇനി ചിന്തിച്ച് സങ്കടപ്പെടണ്ട. നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ, നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ നാടിൻ്റെ ഐക്യം, സ്നേഹം, ഒത്തൊരുമയൊന്നും ഇനി അടുത്ത തലമുറയിലും നഷ്ടപ്പെട്ടു പോകും എന്ന് നിങ്ങൾ കരുതണ്ട, എന്ന് വിചാരിക്കണ്ട. കാരണം ഈ കാണുന്ന കണ്ടോ, നമുക്ക് ശേഷം വരുന്ന കുഞ്ഞു തലമുറ, അവരും നമ്മളുടെ സ്നേഹത്തെ, നമ്മുടെ ഐക്യത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഉത്തമ ഉദാഹരണത്തിൻ്റെ തെളിവാണ് വയനാടിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, കുടുംബങ്ങൾ നഷ്ടപ്പെട്ട, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്ന് അന്തേവാസി കേന്ദ്രത്തിൽ കഴിയുമ്പോൾ അവർക്ക് വേണ്ട, അവർക്ക് നൽകേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങൾ ഈ കുട്ടികൾ അവർക്ക് പകർന്നു നൽകുകയാണ്. നോട്ട്സിലൂടെ, എഴുത്തുകളിലൂടെ, ബുക്കുകളിലൂടെയൊക്കെ ഇവർ ഞങ്ങളോടൊപ്പം അവരും വളർന്നു വരട്ടെ എന്ന ചിന്താഗതി കൊണ്ട് ഈ കുരുന്നുമക്കൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഈ കുഞ്ഞുമക്കളുടെ കളിസമയങ്ങൾ പോലും മാറ്റിവെച്ചിട്ടാണ് ഞങ്ങളോടൊപ്പം അവരും വളർന്നു വരണം, അവരും ഞങ്ങളോടൊപ്പം നിൽക്കണം, അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന ചിന്താഗതിയിൽ ദേ ഈ ചെയ്യുന്നതൊക്കെ. തീർച്ചയായും ഒരുപാട് സന്തോഷം തോന്നുന്നു, ഒരുപാട് നന്മ തോന്നുകയാണ്, ഒപ്പം അഭിമാനവും. നമ്മൾ ഒരിക്കലും ഇനി ചിന്തിച്ചു പോകണ്ട. നമ്മളൊക്കെ കുറച്ചു നാൾ മുമ്പ് വരെ ഭയപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ ഈ തലമുറ കഴിഞ്ഞാൽ വരുന്ന തലമുറയ്ക്ക് നമ്മളുടെ പൂർവികർ നമുക്ക് നൽകിയ ഈ ഒരു ഐക്യവും സ്നേഹവും, മലയാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാളികളായ നമ്മളുടെ ഒരു ഒത്തൊരുമയൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കിട്ടുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു. ഇനി ഒരിക്കലും ഈ വീഡിയോ കണ്ടാൽ മതി, പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടി വരില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവനുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, മതമില്ലാത്തവരുണ്ട്. പക്ഷേ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്.